ഹായ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച്, ബ്രിട്ടീഷുകാരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അല്ലേ? ബംഗാളിലെ ആദ്യ ഗവർണറായ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി, അവസാനത്തെ വൈസ്രോയി, ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറൽ, ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്ക് ശരിക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആരംഭത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ 1600 ഇംഗ്ലണ്ടിലെ കുറേ കച്ചവടക്കാർ ചേർന്ന് ഇന്ത്യയുമായിട്ടും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കുരുമുളക് വ്യാപാരം നടത്താൻ വേണ്ടി ഒരു കമ്പനി ആരംഭിക്കുന്നു. ജോൺ കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിക്കുന്നു. ഈ ജോൺ കമ്പനിയാണ് പിന്നീട് എന്തുമായിട്ട് മാറുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ പ്രതിനിധികൾ നമ്മുടെ ജഹാംഗീറിൻ്റെ സദസ്സിലേക്കാണ് വരുന്നത്. വില്യം ഹോക്കിൻസും സർ തോമസ് റോയും ഒക്കെ വരുന്നു. അങ്ങനെ സർ തോമസ് റോയ്ക്ക് ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള അനുവാദം നൽകുന്നു ജഹാംഗീർ. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ സൂററ്റിൽ ആദ്യമായിട്ടൊരു ഫാക്ടറി സ്ഥാപിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് അവർ ഫാക്ടറികൾ സ്ഥാപിക്കുന്നു, കോട്ടകൾ കെട്ടുന്നു. ഇങ്ങനെ ചില പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്ന ബ്രിട്ടീഷുകാർ 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഭരണം ആരംഭിക്കുന്നത്. 1757 പ്ലാസി യുദ്ധം. അതിന് പെട്ടെന്നുള്ളൊരു കാരണമുണ്ട്. 1756 ഇരുട്ടറ ദുരന്തം. 1756 ബംഗാളിലെ നവാബായിരുന്നു സിറാജ് ദൗള. അദ്ദേഹം കാസിം ബസാറിൽ പ്രശ്നമുണ്ടാക്കി ഏതാണ്ട് 140ഓളം ബ്രിട്ടീഷുകാരെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ഇരുട്ടുമുറിക്കകത്തിട്ട് അടച്ചു. അവരവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു. ഈ സംഭവത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ സിറാജ് ദൗളയെ ആക്രമിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യം സിറാജ് ദൗളയെ ആക്രമിച്ച് പരാജയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞപ്പോൾ ക്ലൈവ് പറഞ്ഞു, എനിക്കൊരു 2000 പട്ടാളക്കാരെ കൂടി ഇനി അയച്ചു തന്നാൽ ഞാൻ ഇന്ത്യ മുഴുവനും പിടിച്ചെടുത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ പറ്റുമായിരുന്നോ? ഇല്ല. പക്ഷേ ചില യുദ്ധങ്ങളെങ്കിലും അയാൾക്ക് പ്ലാസി യുദ്ധം വിജയിച്ച കണക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നു. പ്ലാസി യുദ്ധം ഇങ്ങനെ അയാൾ വിജയിച്ചത്, നമ്മുടെ സിറാജ് ദൗളയ്ക്ക് ഒരു സൈന്യത്തലവനുണ്ടായിരുന്നു മിർജാഫർ. ബംഗാളിലെ നവാബാകാൻ എന്തു വഴിയുണ്ട് എന്ന് ആലോചിച്ച് നടന്നിരുന്ന മിർജാഫർ. അത് മനസ്സിലാക്കിയ ക്ലൈവ് ഇയാളെ കൂട്ടുപിടിക്കുന്നു. ഇയാളുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. എന്ത് എഗ്രിമെൻറ്റാണ്? യുദ്ധം കഴിയുമ്പോൾ ഇയാളെ ബംഗാളിലെ നവാബാക്കാമെന്നൊരു എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൻ്റെ പേരിൽ എന്ത് ചെയ്തു? യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിർജാഫർ സൈന്യവുമായിട്ട് പിന്മാറി. അങ്ങനെ മിർജാഫർ പിന്മാറിയതുകൊണ്ട് ക്ലൈവ് വിജയിച്ചു. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണവും തുടങ്ങി.